ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു മുട്ടക്കറി, നല്ല ടേസ്റ്റുള്ള, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്. എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. പത്തിരി, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കുക. നമ്മുടെ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കണ പോലെ ഒരു 4 ഉള്ളിയും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ഒരു 15 ബദാമും കുറച്ച് ഒരു കൈപ്പിടി മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊരിച്ച് വെച്ചിട്ട് ഉള്ളിയും പിന്നെ അതുപോലെ മല്ലിയിലയും ഈ ബദാമും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബദാമിൻ്റെ പകരം അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 8 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഓയിൽ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ബാക്കിയുള്ള ഓയിലാണ് ഞാനിപ്പോൾ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളർ ആയാൽ നമുക്ക് ഈ കോഴിമുട്ട വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുക്കാം. മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതേ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകവും 2-3 ഏലക്കയും ഒരു 2 പട്ടയും ചെറിയ പീസ് പട്ടയും ഒരു 2 അരയാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 2 തക്കാളി മീഡിയം സൈസാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും പിന്നെ അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറട്ടെ. അത് മാറിയാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, നമ്മുടെ ബദാമും പിന്നെ അതുപോലെ മല്ലിയിലയും പിന്നെ പൊരിച്ച ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ അതിലിപ്പോൾ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 15 ബദാമാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ ഗ്രേവി ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എത്ര ലൂസ് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനിപ്പോൾ 2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കറിക്ക് കിട്ടും. പിന്നെ കുറച്ച് നമ്മൾ കസൂരി മേത്തിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊരു ടീസ്പൂൺ എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എണ്ണ തെളിയുന്നത് വരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് കറി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്ക് വരും. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിളച്ച് നന്നായി തിക്കായി പോവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയാൽ മതിയിട്ടാ. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഈ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പണ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊന്ന് കറി ഗ്രേവി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും പിന്നെ അതുപോലെ പൊരിച്ച ഉള്ളിയും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മേലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. Thank you.